കഞ്ചാവിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്നും സിവിൽ എക്സൈസ് ഓഫീസറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു മോക്ക് ടെസ്റ്റ് രൂപേണയുള്ള വീഡിയോ ആയിരിക്കും. ചോദ്യം വായിക്കും, ശേഷം 4 ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, ചോദ്യം വായിച്ച ശേഷം വീഡിയോ പൗസ് ചെയ്തിട്ട് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കുക. ഓക്കെ, നമുക്ക് ഒരുപാട് ദീർഘിപ്പിക്കാതെ ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ലഹരി മരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനും നിർമ്മിക്കാനും കൃഷി ചെയ്യാനുമുള്ള അവകാശങ്ങളെ നിയന്ത്രിക്കുന്ന ബില്ല് എവിടെ അവതരിപ്പിച്ചതാണ്? ലോക്സഭയിൽ അവതരിപ്പിച്ചത് എവിടെയെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ലഹരി മരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനും നിർമ്മിക്കാനും കൃഷി ചെയ്യാനുമുള്ള അവകാശങ്ങളെ നിയന്ത്രിക്കുന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് നമ്മുടെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഓപ്ഷൻസിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ 4 ഓപ്ഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ല. വായിക്കുകയാണെങ്കിൽ അത് തെറ്റായിട്ടൊരു ധാരണ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻസ് വായിക്കുക, ശേഷം നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ഉത്തരം കണ്ടെത്തിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലഹരി മരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനും നിർമ്മിക്കാനും കൃഷി ചെയ്യാനുമുള്ള അവകാശങ്ങളെ നിയന്ത്രിക്കുന്ന ബില്ല് നമ്മുടെ ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാണ്? 1985 ഓഗസ്റ്റ് 23-നാണ്. 1985 ഓഗസ്റ്റ് 23-നാണ് എന്ത് ചെയ്യുന്നത്? ലഹരി മരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനും നിർമ്മിക്കാനും കൃഷി ചെയ്യാനുമുള്ള അവകാശങ്ങളെ നിയന്ത്രിക്കുന്ന ലോക്സഭാ ബില്ല് നിലവിൽ വന്ന എപ്പോഴാണ്? 1985 ഓഗസ്റ്റ് 23-നാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത ശേഷം ഓപ്ഷൻസ് വായിക്കുക. നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ശരി ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ സി ആണ്. ഒ സജിതയാണ് കേട്ടോ. അപ്പോൾ ഒ സജിതയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ. ആരാണ്? ഒ സജിതയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ്? ഒ സജിതയാണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അബ്കാരി ആക്ട് പ്രകാരം സെർച്ച് നടത്താനുള്ള അധികാരം എക്സൈസിലെ ഏത് റാങ്ക് മുതലുള്ള ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു? ചോദ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അബ്കാരി ആക്ട് പ്രകാരം നമുക്കറിയാം, എന്തെങ്കിലും കഞ്ചാവോ അല്ലെങ്കിൽ ലഹരി മരുന്നോ നമ്മുടെ ഏതെങ്കിലും ഒരു പരിസരത്തുണ്ടെന്ന് പറഞ്ഞാണെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസർകാർ അല്ലെങ്കിൽ എക്സൈസ് ഓഫീസർകാർ വന്നിട്ട് എന്ത് ചെയ്യും? അവിടെയൊക്കെ സെർച്ച് ചെയ്യും അല്ലേ? അങ്ങനെ സെർച്ച് നടത്താനുള്ള അധികാരം എക്സൈസിലെ ഏത് റാങ്ക് മുതലുള്ള ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഏത് റാങ്കാണ്? നമുക്ക് ഓപ്ഷൻസിലേക്ക് തന്നെ കടന്നാലോ? 4 ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓപ്ഷൻസ് വായിച്ച ശേഷം നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തി എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. എന്താണ്? പ്രിവെൻറ്റീവ് ഓഫീസറാണ് കേട്ടോ. അപ്പോൾ പ്രിവെൻറ്റീവ് ഓഫീസർക്കാണ് അബ്കാരി ആക്ട് പ്രകാരം സെർച്ച് നടത്താനുള്ള അധികാരം എക്സൈസിലെ നമ്മുടെ പ്രിവെൻറ്റീവ് ഓഫീസർ എന്ന് പറയുന്ന റാങ്ക് മുതലുള്ള ആൾക്കാർക്കാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് പുകയില ഉൽപ്പന്നങ്ങൾ വിപണനം നിരോധിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? ചോദ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് പുകയില ഉൽപ്പന്നങ്ങളുടെ വിപണനം നിയന്ത്രിച്ചിരിക്കുന്നത് ഏത് നിയമപ്രകാരമാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമുക്കറിയാം സ്കൂളിൻ്റെയൊക്കെ പരിസരത്ത് എന്ത് ചെയ്യാണ്? പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിച്ചിരിക്കുകയാണല്ലേ. അപ്പോൾ അത് ഏത് നിയമപ്രകാരമാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളതുണ്ടല്ലോ. അപ്പോൾ ഈ ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തി എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കട്ടല്ലോ. ഓക്കെ, ഞാൻ ശരി ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഇതിനകത്ത് 4ാമത്തെ ഓപ്ഷൻ കൂടെ ഉണ്ട്. അതിൻ്റെ പേരാണ് കോട്ട്പ നിയമം. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ, അത് കോട്ട്പ ആക്ട് എന്നാണ് പേര്, അല്ലെങ്കിൽ സി. അപ്പോൾ ഉത്തരം എന്താണ്? ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. കോട്ട്പ നിയമമാണ് കേട്ടോ. കോട്ട്പ നിയമം എന്താണ്? അതിൻ്റെ ഫുൾ ഫോം എന്താണ്? COTPA. ഓക്കെ, കോട്ട്പ നിയമം എന്താണ്? ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? സിഗരറ്റ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്ട്സ് ആക്ട്. എന്താണ്? സിഗരറ്റ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്ട്സ് ആക്ട്. അതാണ് കോട്ട്പ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോട്ട്പ നിയമം അനുസരിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ സ്കൂളുകൾക്കടുത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടുത്ത് പുകയില ഉൽപ്പന്നങ്ങളുടെ വിപണനം നിരോധിച്ചിരിക്കുന്നത് കോട്ട്പ നിയമപ്രകാരമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. ബാറിൽ മദ്യം വിളമ്പാൻ കേരള എക്സൈസ് നൽകുന്ന ലൈസൻസിൻ്റെ പേര് എന്താണ്? നമ്മുടെ ബാറുകളിൽ മദ്യം വിളമ്പാനായിട്ട് കേരള
എക്സൈസ് നൽകുന്ന ലൈസൻസിൻ്റെ പേര് എന്തെന്നാണ് നമ്മുടെ 5ാമത്തെ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് 4 ലൈസൻസുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, FL3. ഓക്കെ, അപ്പോൾ FL3 ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ബാറുകളിൽ നമ്മുടെ മദ്യം വിളമ്പാനായിട്ട് കഴിയുന്നത് എന്തനുസരിച്ചാണ്, FL3 ലൈസൻസ് അനുസരിച്ചാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ബാറുകളിൽ മദ്യം വിളമ്പാനായിട്ട് കഴിയുന്നത് കേരള എക്സൈസ് നൽകുന്ന FL3 ലൈസൻസ് അനുസരിച്ചാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കനബിനോയിഡ് ഹൈപ്പറേമെസിസ് അക്യൂട്ട്. 6ാമത്തെ ചോദ്യം, കനാബിനോയിഡ് ഹൈപ്പറേമെസിസ് അക്യൂട്ട് റീനൽ ഫെയിലിയർ. എന്താണ് കനാബിനോയിഡ് ഹൈപ്പറേമെസിസ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ചോദ്യം ശ്രദ്ധിക്കുക. കനാബിനോയിഡ് ഹൈപ്പറേമെസിസ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുക, അല്ലെങ്കിൽ അതിനെ CHARF എന്ന് പറയും. ഓക്കെ, കനാബിനോയിഡ് ഹൈപ്പറേമെസിസ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. തൽക്കാലം നിങ്ങൾ ഈ 3 കണ്ടാൽ മതി. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ശരി ഉത്തരം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ CHARF അല്ലെങ്കിൽ എന്താണ് കനാബിനോയിഡ് ഹൈപ്പറേമെസിസ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്ന രോഗം ബാധിക്കുന്നത് നമ്മുടെ വൃക്കയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നമ്മുടെ വൃക്കയെ ബാധിക്കുന്ന രോഗമാണ് CHARF അല്ലെങ്കിൽ കനാബിനോയിഡ് ഹൈപ്പറേമെസിസ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്ന രോഗം ബാധിക്കുന്നത് എന്തിനാണ്? നമ്മുടെ വൃക്കയാണെന്ന് അറിഞ്ഞിരിക്കുക. കോട്ട്പാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത്? ചോദ്യം വളരെ ശ്രദ്ധിച്ചു കേട്ടല്ലോ. അപ്പോൾ നമുക്കറിയാം പൊതുസ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പുകവലി നിരോധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കോട്ട്പാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് ശരി ഉത്തരം മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, സെക്ഷൻ 4 അപ്പോൾ സെക്ഷൻ കോട്ട്പാ നിയമത്തിലെ COTPA കേട്ടോ, കോട്ട്പാ നിയമത്തിലെ സെക്ഷൻ 4 അനുസരിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പബ്ലിക് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചിട്ടുള്ളത് കോട്ട്പാ നിയമത്തിലെ സെക്ഷൻ 4 അനുസരിച്ചാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത നമുക്ക് 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു എക്സൈസ് റേഞ്ചിൻ്റെ പൂർണ്ണ അധികാരമുള്ള ഒരു താഴ്ന്ന റാങ്കിലെ ഉദ്യോഗസ്ഥൻ ആരാണ്? എന്താണ് ചോദ്യം? ഒരു എക്സൈസ് റേഞ്ചിൻ്റെ പൂർണ്ണ അധികാരമുള്ള ഏറ്റവും താഴ്ന്ന റാങ്കിലെ ഉദ്യോഗസ്ഥൻ ആരെന്നാണ് ചോദ്യം. എന്താണ് ഒരു എക്സൈസ് റേഞ്ചിലെ പൂർണ്ണ അധികാരമുള്ള ഒരു താഴ്ന്ന റാങ്കിലെ ഉദ്യോഗസ്ഥൻ്റെ പേരെന്തെന്നാണ് നമ്മുടെ 8ാമത്തെ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്താനായി കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. എന്താണ്? എക്സൈസ് ഇൻസ്പെക്ടർ ആണ്. എന്താണ് ചോദ്യം എന്താണ്? എക്സൈസ് റേഞ്ചിൻ്റെ പൂർണ്ണ അധികാരമുള്ള ഏറ്റവും താഴ്ന്ന റാങ്കിലെ ഉദ്യോഗസ്ഥനാണ് ആര്? എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് അല്ലെങ്കിൽ NDPS ആക്ട് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? NDPS ആക്ട് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് എന്നാണ് ചോദ്യം. ഇതിനകത്ത് ഓപ്ഷൻ എ എന്ന് കൊടുത്തിരിക്കുന്നത് ശരി ഉത്തരം തന്നെയാണ്. ഓക്കെ, അപ്പോൾ 1985 നവംബർ 14 തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ NDPS ആക്ട് നിലവിൽ വരുന്നത്. NDPS ആക്ട് വരുന്ന എപ്പോഴാണ്? 1985 നവംബർ 14 ശിശുദിനം. നമുക്കറിയാം കുട്ടികൾക്ക് എന്താണ് ഈ നാർക്കോട്ടിക്സും ഡ്രഗ്സ് പോലത്തുള്ള സാധനങ്ങൾ കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ നവംബർ 14 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഡേറ്റിനെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ നമ്മുടെ NDPS ആക്ട് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നതെന്നാണ് 1985 നവംബർ 14 നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ വരുന്നതെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കഞ്ചാവിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? നമ്മുടെ തംബ്നെയിലുള്ള ചോദ്യം തന്നിട്ടുണ്ട്. അപ്പോൾ കഞ്ചാവിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. എന്താണ്? കനാബിനോളിക് ആസിഡ്. നമുക്കറിയാം കനാബിസ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്തിനാണ്? കഞ്ചാവിനാണ് അല്ലേ? അപ്പോൾ കനാബിനോളിക് ആസിഡ് എന്ന് പറയുന്നത് എന്തിൻ്റെ ആസിഡാണ്? കഞ്ചാവിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കനാബിനോളിക് ആസിഡ്. കനാബിനോളിക് ആസിഡാണ് കഞ്ചാവിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്. അടുത്ത 11ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. സിവിൽ എക്സൈസ്
എക്സൈസ് ഓഫീസർക്ക് പ്രൊമോഷൻ ലഭിച്ചാൽ ലഭ്യമാകുന്ന പദവി എന്താണ് ചോദ്യം. നമ്മൾക്ക് എഴുതാൻ പോകുന്ന പരീക്ഷയാണല്ലേ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിന് പ്രൊമോഷൻ ലഭിച്ചാൽ ലഭ്യമാകാൻ പോകുന്ന പദവി ഏതെന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് ശരി ഉത്തരം കണ്ടെത്താനായി കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 4 ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സിവിൽ എക്സൈസ് ഓഫീസർക്ക് പ്രൊമോഷൻ ലഭിക്കുകയാണെങ്കിൽ അയാൾ ആരായിട്ട് മാറും? ഒരു പ്രിവെൻറ്റീവ് ഓഫീസറായിട്ട് മാറും. ഒരു പ്രിവെൻറ്റീവ് ഓഫീസറായിട്ട് ആര് മാറും? ഒരു സിവിൽ എക്സൈസ് ഓഫീസർക്ക് പ്രൊമോഷൻ ലഭിക്കുകയാണെങ്കിൽ അയാൾ ആരായിട്ട് മാറും? പ്രിവെൻറ്റീവ് ഓഫീസറായിട്ട് മാറും. അപ്പോൾ ഈ പ്രിവെൻറ്റീവ് ഓഫീസറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മം എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അബ്കാരി ആക്ട് പ്രകാരം സെർച്ച് നടത്താനുള്ള അധികാരം എക്സൈസിലെ ഏത് റാങ്ക് മുതലുള്ള ഉദ്യോഗസ്ഥരാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്? പ്രിവെൻറ്റീവ് ഓഫീസറാണ്. അപ്പോൾ നിങ്ങളൊരു പ്രിവെൻറ്റീവ് ഓഫീസറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? അബ്കാരി ആക്ട് പ്രകാരം സെർച്ച് നടത്താനുള്ള അധികാരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കടുത്ത 12ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ലഹരി മരുന്നിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വേദം ഏതാണ്? ഇതിനകത്ത് 4 വേദങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ലഹരി മരുന്നിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് വേദമാണ്? ശരി ഉത്തരം മനസ്സിലായല്ലോ. ഓപ്ഷൻ എ ആണ് അഥർവവേദം. അഥർവവേദത്തിലാണ് ലഹരി മരുന്നുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ലഹരി മരുന്നുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഏത് വേദത്തിലാണ്? അഥർവവേദത്തിലാണ് ലഹരി മരുന്നുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ 13ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഓപ്പിയം അല്ലെങ്കിൽ കറുപ്പ് ഉൽപ്പാദനം ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? OPM അല്ലെങ്കിൽ കറുപ്പ് ഉൽപ്പാദനം ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം പ്രധാനമായിട്ടും 3 ലിസ്റ്റുകളുണ്ട്: സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഇതിൽ OPM ഉൽപ്പാദനം നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യൂണിയൻ ലിസ്റ്റിലാണ്. OPM ഉൽപ്പാദനം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏത് ലിസ്റ്റിലാണ്? നമ്മുടെ യൂണിയൻ ലിസ്റ്റിലാണ് OPM ഉൽപ്പാദനം ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. 14ാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. ഇന്ത്യയിൽ കഞ്ചാവ് പൂർണ്ണമായും നിരോധിച്ച വർഷം ഏതാണ്? ഇന്ത്യയിൽ കഞ്ചാവ് പൂർണ്ണമായും നിരോധിച്ച വർഷം ഏതെന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് ശരി ഉത്തരം കണ്ടെത്താനായി കഴിഞ്ഞു എങ്കിൽ ഏതാണ്? 1985-നാണ്. 1985-നാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? കഞ്ചാവ് പൂർണ്ണമായും നിരോധിക്കുന്നത്. തെറ്റിക്കത്തില്ലല്ലോ. അപ്പോൾ ഇന്ത്യയിൽ കഞ്ചാവ് പൂർണ്ണമായും നിരോധിക്കുന്നത് 1985-ലാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത 15ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. ബിയർ വൈൻ പാർലർ നടത്താൻ കേരള എക്സൈസ് നൽകുന്ന ലൈസൻസ് ഏതാണ്? ബിയർ വൈൻ പാർലർ നടത്താനായിട്ട് നമ്മുടെ കേരള എക്സൈസ് നൽകുന്ന ലൈസൻസ് ഏതെന്നാണ് ചോദ്യം. ഏത്? ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. എന്താണ് ആ ചോദ്യം? എന്താണ്? ബാറിലും മദ്യം വിളമ്പാൻ കേരള എക്സൈസ് നൽകുന്ന ലൈസൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ബാറിലാണെങ്കിൽ കേരള എക്സൈസ് നൽകുന്ന ലൈസൻസിൻ്റെ പേരെന്താണ്? FL3 ആണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. എന്നാൽ ഒരു ബിയർ വൈൻ പാർലറിൽ നടത്താനായിട്ട് കേരള എക്സൈസ് നൽകുന്ന ലൈസൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏത് ലൈസൻസ് ആണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. FL11 ലൈസൻസ് ആണ്. അപ്പോൾ ബിയർ വൈൻ പാർലർ നടത്താനായിട്ട് എന്ത് വേണം? ഒരു FL11 ലൈസൻസ് വേണം. ഓക്കെ അല്ലേ? ബിയർ വൈൻ പാർലർ നടത്താനായിട്ട് കേരള എക്സൈസിൻ്റെ FL11 ലൈസൻസ് വേണം. ഒരു ബാറിൽ മദ്യം സർവ് ചെയ്യാനായിട്ട് വേണ്ടത് FL3 ലൈസൻസും ഒരു ബിയർ വൈൻ പാർലർ നടത്താനായിട്ട് വേണ്ടത് FL11 ലൈസൻസുമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഒരു സിവിൽ എക്സൈസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രധാനപ്പെട്ട ഒരു 15 ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഫലപ്രദമായി ഉപയോഗപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെട്ടെന്ന് തോന്നിയാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ എക്സൈസ് ഗ്രൂപ്പുകളിലേക്കും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.